സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഔലിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുണ്ട്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ പറയണോ, സാർവ ഔലിയാക്കളും കറാമത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തല്ലേ? ഇനി അമ്പിയാക്ക് തന്നെയുള്ള മുഅ്ജിസത്ത് തന്നെ എടുത്താലോ, അതും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിൽ നിന്നുള്ളതല്ലേ? വകുല്ലു ആയിന്നത റസൂലുൽ കിറാമു ബിഹാ ഫഇന്ന മത്തസലതി മിൻ നൂരിഹി ബിഹിമി. ഏത് നബിമാർക്ക് എന്ത് പ്രകാശമുണ്ടോ, ഏത് ദൃഷ്ടാന്തങ്ങളുണ്ടോ, അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതല്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന് ബഹുമാനത്തിന് എന്തെങ്കിലും വേണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ സാധാരണ നമ്മളെ പോലത്തെ മനുഷ്യൻ അല്ല. അത് പറഞ്ഞവൻ മനുഷ്യൻ അല്ല. ഏത് നമ്മളെ പോലത്തെ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല. ലൈസമില്ല. കാരണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഖുൽ പറയൂ നബിയേ, ഇന്നമാ അന ബശർ, നിശ്ചയം ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ മനുഷ്യനാണ് എന്നല്ല പറഞ്ഞു, ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തിനാ മാത്രമാണ് എന്ന് പറഞ്ഞത്? വേറെ എന്തോ അല്ലാന്നല്ലേ അർത്ഥം അല്ലേ? മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നത് ഇവിടെ വയത് മാത്രമാണ് എന്നതിന്റെ അർത്ഥം എന്താ? വാദപ്രകാരം അല്ല അല്ലേ? മറ്റൊന്നല്ലാന്നല്ലേ അതിന്റെ അർത്ഥം? നാടകമല്ല, നൃത്തമല്ല, ഡാൻസ് അല്ല, ഇവിടെ വയത് മാത്രമാണ്. അത് മാത്രമാണ് അതിന്റെ അർത്ഥം എന്നല്ലാന്നില്ലേ? മാത്രമാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ മനുഷ്യൻ മാത്രമാണ് എന്നിട്ട് പറഞ്ഞു. ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല. അങ്ങനെയൊക്കെ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. ഞാൻ മനുഷ്യൻ മാത്രമാണ്, പക്ഷെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമാ അന ബശർ, ഞാൻ മനുഷ്യൻ മാത്രമാണെന്ന് പറയൂ നബി. മിസ്ലുക്കും, അതെ, അതായത് ഞാൻ അങ്ങോട്ട് ചൂണ്ടിയത് ഇങ്ങേപ്പുറ ആൾ ഓർക്കുന്നുണ്ടാ. അത് ഞാൻ അങ്ങോട്ട് ചൂണ്ടിയതാ, അയാൾക്കൊരു വിഷമണ്ട, അയാൾ ആളുകൾ കണ്ടിട്ട് അവിടെ അങ്ങോട്ട് ചൂണ്ടിയതാണ്. ചൂണ്ടിയ ഭാഗത്തെല്ലാം ഓർക്കുന്ന ആളുകൾ, ആരെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. മിഥുലുക്കും, നിങ്ങളെപ്പോലെ, നിങ്ങളെപ്പോലുള്ളതല്ല, നിങ്ങളെപ്പോലെ. നിങ്ങൾ മനുഷ്യരാണല്ലോ, നിങ്ങൾ മനുഷ്യരാണല്ലോ. അവിടെ നിങ്ങളിലേക്ക് വന്നല്ലേ റസൂൽ, അതും മനുഷ്യനാണ്. നിങ്ങളെപ്പോലുള്ളതല്ല, നിങ്ങളെപ്പോലെ അർത്ഥം, ഉള്ളതർത്ഥം. ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിഥ്ലഹുന്ന, 7 ആകാശങ്ങളെ അല്ലാഹു പടച്ചു. വമിനൽ അർളി, ഭൂമിയിൽ നിന്നുള്ള പടച്ചു. മിഥ്ലഹുന്ന, ആ 7 ആകാശം പോലെ. 7 ആകാശം പോലെയുള്ള ഭൂമി എന്നല്ല, ആകാശം പോലെയുള്ള ഭൂമി ഉണ്ടാവും, അതുപോലത്തെ തല ഉണ്ടാവും. അപ്പൊ ആകാശം പോലെയുള്ള ഭൂമി എന്നല്ല, ആകാശം പോലെ. അതായത് ഈ ആകാശം 7 ആണെങ്കിൽ ഭൂമിയും 7 വിധമാണെങ്കിൽ ഇതും 7 വിധം എന്നാ. അല്ലാതെ ആകാശം പോലത്തെ ഭൂമി ഉണ്ടാവില്ല. അപ്പൊ പോലുള്ള എന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനിന്റെ അർത്ഥം അറിയാൻ കഴിയാത്തവൻ മതം പറഞ്ഞിട്ട് എന്ത് നാശമാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സുഹൃത്തുക്കളെ. ഉടനെ തന്നെ പറയുന്നു, യൂഹാ ഇലയ്യ, നിങ്ങളെപ്പോലുള്ള ആളല്ല ഞാൻ. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു. വഹി കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ മലക്കിന്റെ രൂപത്തിൽ വന്നാൽ കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് കഴിയും. അപ്പോ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടും. അപ്പം മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല, മനുഷ്യനാണ്. അതാണ് ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ്, ഇന്നി ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസാണ്. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ബുഖാരിയിൽ തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ടാണ്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. ആ മനുഷ്യ കുലത്തിൽ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നമ്മൾ പോറ്റുന്ന പശുവുണ്ട്, ആടുണ്ട്.
അവകളൊക്കെ അതിന്റെ മുഖം നിലത്ത് കുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ മുഖം നിലത്ത് കുത്തിയല്ല ഭക്ഷണം, നമ്മളെ കൈകൊണ്ട് എടുത്ത് അതാ തൊള്ളയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ തൊള്ള ഉന്നതമായ സ്ഥാനത്ത് വെച്ചിട്ടാണ് ഭക്ഷണം. അല്ലേ, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. കഴുകുന്നില്ല, വൃത്തിയാക്കുന്നില്ല പശു. കഴുകിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കഴുകുന്നില്ല പശു. അതേ, പാകം ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പാകം ചെയ്യുന്നില്ല പശു. ജീവികൾ, അതേ സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് പല ജീവികളും തിന്നുന്നത്. നമുക്കോ ഇല്ല. അഭിമാനമുള്ള ജീവിതം. അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യന്റെ ബഹുമാനം പറഞ്ഞാലുണ്ടോ തീരുന്നു? സുഹൃത്തുക്കളെ, അത് പറഞ്ഞാൽ തീരില്ല. ലഖദ് കറംനാ ബനി ആദം. അതേ മനുഷ്യ സമുദായത്തെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ബഹുമാനം, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന പേരിൽ ഞാനൊരു CD ഇറക്കിയിട്ടുണ്ട്. അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ മഹത്വം. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് ഇവിടെ വന്നപ്പോൾ പലരും നേർച്ച തന്നു. ആ സ്ഥാപനത്തിന്റെ കീഴിൽ 600-ലധികം സ്റ്റാഫുകളുണ്ട്. മുസ്ലിമുണ്ട്, അമുസ്ലിമുമുണ്ട്. ആ സ്റ്റാഫുകളെ ഇരുത്തി ഞാൻ നടത്തിയൊരു ക്ലാസ്സാണത്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ ബഹുമാനമുള്ള മനുഷ്യന്റെ ബഹുമാനം മുസ്ലിമിന് മാത്രമല്ല, മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനം അമുസ്ലിമിനുമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, അലൈസത്തി നഫ്സൻ, ഒരു യഹൂദിയുടെ ശരീരം, ഡെഡ് ബോഡി, ഒരു യഹൂദിയുടെ ഡെഡ് ബോഡി, അതേ മരിച്ച മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, അതൊരു യഹൂദിയുടെ മയ്യിത്തല്ലേ? ഉടനെ തന്നെ ചോദിച്ചു, അലൈസത്തി നഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ? മനുഷ്യൻ എന്ന നിലയ്ക്ക് ചില ബഹുമാനങ്ങളുണ്ട്. വെറുതെ അല്ല മാനവികത ഉണർത്തുകയെന്ന പ്രമേയം. മനുഷ്യന് ബഹുമാനമുണ്ട്. അത് ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനും അതേ നിലക്ക് ബഹുമാനം ഉണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് അല്ലാഹു പഠിപ്പിച്ച ദീൻ എത്ര വിശാലമാണ്, എത്ര സുന്ദരമാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഡെഡ് ബോഡി നജസല്ല, മരിച്ച മയ്യിത്ത് നജസല്ല. അതുകൊണ്ട് നമ്മൾ പള്ളി കയറ്റിയിട്ട് മയ്യിത്ത് നിസ്കരിക്കും. അല്ലെങ്കിൽ നജസാനെ പള്ളി കയറ്റാൻ പാടില്ല. പള്ളിക്ക് ഖിദ്മത്തെടുക്കുന്ന പല ആളുകളുണ്ടാവും ഈ സദസ്സിൽ. അതുകൊണ്ട് ഒരു വാക്ക് പറയട്ടെ. ഞാൻ ഈ അടുത്ത് ഒരു പള്ളിയിൽ ജുമാ നിസ്കരിച്ച് ഞാൻ തന്നെ എടുപ്പിച്ച പള്ളിയാണ്. ഞാൻ എടുപ്പിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പൈസ കൊടുത്തതല്ല. ഞാൻ പൈസ തൊട്ട പള്ളി എടുത്തിട്ടില്ല. നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് പിരിവ് വാങ്ങിയിട്ട് എടുത്തതാണ്. ഞാൻ അവിടെ ജുമാ കൂടി. ജുമാ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജുമാ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ കൂട്ടത്തിലൊരു കാഴ്ച കണ്ടു. എന്താണ്? മിമ്പർ തുറന്നു വെച്ചിരിക്കുന്നത്. എന്തിന്? അതിനുള്ളിൽ ചില ആംപ്ലിഫയർ മറ്റൊക്കെ ഉണ്ടായിട്ട് തുറന്നത്. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോ ഉണ്ടാവുന്ന ഒരു അത്ഭുതമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാം. ചക്ക പോലത്തെ പേന് എന്ന് പറഞ്ഞ മാതിരി പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാം. അപ്പോ എത്രയാണ് പല്ലിക്കാട്ടം നിറഞ്ഞിരിക്കുന്നത് ഈ മിമ്പറിന്റെ അടിയിൽ. എല്ലാ ദിവസവും ബാങ്ക് കൊടുക്കുന്ന അങ്ങാടിയെ തുറക്കുമല്ലോ. എന്നിട്ട് അത് ഇവനെടുത്ത് നീക്കം ചെയ്തില്ലല്ലോ ഈ വിചാരം. എനിക്ക് വല്ലാതെ വിഷമായി. നജസ് പള്ളിയിൽ കണ്ടാൽ അപ്പ എടുത്ത് നീക്കൽ നിർബന്ധല്ലേ? പ്രസിഡന്റ് കണ്ടാൽ ഉടനെ പ്രസിഡന്റ് എടുത്ത് നീക്കിക്കൊള്ളണം. മൊയ്ലിയാരെ കാത്തിക്കാൻ പറ്റില്ല. അപ്പ എടുത്ത് നീക്കിക്കൊള്ളണം പ്രസിഡന്റ്. സെക്രട്ടറി കണ്ടാൽ അതിനെക്കാളും മുന്നേ എടുത്തോളണം. പള്ളിക്ക് പ്രസിഡന്റും സെക്രട്ടറി ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനും ചില പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആണ്. അതിന്റെ അർത്ഥം അതിന്റെ ഭരണാധികാരി എന്നല്ല. അങ്ങനെ ഒരു മഹലിനും ഒരു പള്ളിക്കും അങ്ങനെ ഭരണാധികാരിയില്ല. അള്ളാന്റെ വീട് ഭരിക്കാൻ നീയും ഞാനും. അള്ളാന്റെ വീട് ഭരിക്കുന്ന ഭരണാധികാരി ആരാണവൻ? അങ്ങനെ ഒരാളും ഇല്ല ഇവിടെ. അള്ളാഹുവിന്റെ പള്ളിക്ക് ഖിദ്മത്തെടുക്കുന്നവനാണ് പ്രസിഡന്റ്. അള്ളാന്റെ പള്ളിക്ക് ഖിദ്മത്തെടുക്കുന്നവനാണ് സെക്രട്ടറി. അള്ളാന്റെ പള്ളിക്ക് സേവനം ചെയ്യുന്നവനാണ് ഖജാൻജി. അതാണ് മെമ്പർ. ഒരിക്കലും തന്നെ പള്ളി ഭരിക്കുന്നവനല്ല. രാജാവിന്റെ വീട് ഭരിക്കാൻ അടിമക്ക് അധികാരമില്ല. പള്ളിക്കാട്ടമുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒന്നാമത്തെ ഉത്തരവാദി. പള്ളിയിൽ അതാ വൃത്തിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി സെക്രട്ടറി. പള്ളിയുടെ മൂത്രപ്പര നാറുന്നുണ്ടെങ്കിൽ ഖജാൻജി. ഇങ്ങനെയാണ് ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അല്ലാതെ സുഹൃത്തുക്കളെ ഭരണാധികാരികളല്ല. അല്ലാഹുവേ, നിന്റെ വീട്ടിന് ഖിദ്മത്ത് ചെയ്ത് സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം.
നജസ് പള്ളിയിൽ കണ്ടാൽ ഉടനെ എടുത്തു മാറ്റുന്നത് നിർബന്ധമാണ്. പള്ളിയിൽ മയ്യിത്ത് കടത്തുന്നു. എന്തുകൊണ്ട്? മയ്യിത്ത് നജസല്ല, നജസാണെ കയറ്റാൻ പാടില്ല. എന്നാൽ ഒരു അമുസ്ലിം സഹോദരന്റെ ഡെഡ് ബോഡി ആണെങ്കിലോ ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് ഖുർആനിലുണ്ട്. അത് കണ്ട ആളാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാം തങ്ങൾ പറയുന്നു അമുസ്ലിം സഹോദരന്റെ ഡെഡ് ബോഡിയും നജസല്ല. അപ്പൊ പിന്നെ ഖുർആൻ പറഞ്ഞതോ ഖുർആനിന്റെ ബാഹ്യാർത്ഥം വെച്ച് മനസ്സിലാക്കിയാൽ പിഴച്ചു പോകും. അതാണ് ഖുർആൻ പരിഭാഷ നോക്കി വായിച്ചിട്ട് പലരും പിഴച്ചു പോകുന്നത്. ഇന്നമൽ മുശ്രികൂന നജസുൻ എന്നതിന്റെ അർത്ഥം അവന്റെ ബോഡി നജസാണെന്നല്ല, മറിച്ച് അവന്റെ ആശയം നജസാണ്. മുശ്രിക്കിന്റെ ആശയം നജസാണ്. ആ ആശയത്തെ കുറിച്ചാണ് അത് പറഞ്ഞത്. അവന്റെ ബോഡി നജസാണെന്നല്ല, ബോഡി മനുഷ്യന്റെ ബോഡി നജസല്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ജീവികളെ കൂട്ടത്തിൽ ആട്, പശു തുടങ്ങിയ ജീവികൾക്കുണ്ട്. ആ ജീവിയെ അറുത്താൽ അത് ഭക്ഷണമാണ്, അറുത്തിട്ടില്ലെങ്കിലും മൃഗാണ്. അറുത്താൽ ഭക്ഷണമാണ്, അറുത്തില്ലെങ്കിലും മൃഗാണ്. അതുകൊണ്ടാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് ഉപ്പാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട രണ്ട് ഉപ്പാപ്പാരും ഉമ്മാമി, ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജർ ബീബി റളിയല്ലാഹു അൻഹ, അവരെ അനുസ്മരിച്ചുകൊണ്ട് കൊല്ലത്തിലുള്ള ആണ്ടാണ്. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം നടത്തും. ഇങ്ങനെ ആണ്ടിലൊരിക്കലും ആ മൂന്ന് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യലാണ് ഉദ്ഹിയ്യത്ത്. ആ ഭക്ഷണം വിതരണം ചെയ്യലായതുകൊണ്ട് തന്നെ ഒരാൾ ആട്ടിനെ തന്നെ വാങ്ങിക്കൊടുത്താൽ ഉദ്ഹിയ്യത്താവൂല, ഓത്തിനെ തന്നെ വാങ്ങിക്കൊടുത്താൽ ഉദ്ഹിയ്യത്താവൂല. അത് അറുത്തിട്ട് കൊടുക്കണം, എന്നാലേ ഉദ്ഹിയ്യത്താവുള്ളൂ. കാരണം അറക്കുന്നതിന് മുമ്പ് ഭക്ഷണമല്ല, അറക്കുന്നതിന് മുമ്പ് അത് മൃഗാണ്, അറുത്താ ഭക്ഷണമാണ്. ഭക്ഷണമാക്കിയിട്ട് കൊടുക്കണമെന്നാണ്. അതാണ് അറുത്തിട്ട് കൊടുത്താലേ ഉദ്ഹിയ്യത്താകൂ, അറുക്കാതെ കൊടുത്താൽ ഉദ്ഹിയ്യത്താകൂല. ഭക്ഷണം അതേ മരിച്ചു പോയവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമാണ്. സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ പ്രത്യേകം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. കാനൂ ഇന്നഹും കാനൂ യസ്തഹിബൂന അൻ യുത്അമാനിൽ മയ്യിത്ത് സബഅത അയ്യാം ഇന്നൽ മൗതാ യുഫ്തറൂന ഫീ ഖുബൂരിഹിം സബഅൻ ഫകാനൂ യസ്തഹിബൂന അൻ യുത്അമാനിൽ മയ്യിത്ത് സബഅത അയ്യാം. മരിച്ച മയ്യത്തിന് 7 ദിവസം ഖബറിൽ പരീക്ഷണമുണ്ട്. അതുകൊണ്ട് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. 900 കൊല്ലമായി അത് തുടർന്നുകൊണ്ടിരിക്കുന്ന മക്കയിലും മദീനയിലും എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന അൽ ഹാബീലിൽ ഫതാവയിൽ. അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ് മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിൽ കുബ്രയിലും പറയുന്നു. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ല. മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ മുടക്കുന്നവരുണ്ട്. ആ ആളുകൾക്ക് മതത്തിൽ വിവരമില്ല. മതത്തിൽ വിവരമില്ലാത്തവരുടെ വാക്ക് കേട്ട് ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പൂർവ്വകാലത്ത് നടന്നു വരുന്ന ഒരു സൽക്കർമ്മവും നിർത്തിക്കളയരുത് കേട്ടോ. വിവരമുള്ളവനെയാണ് തുടരേണ്ടത്, വിവരമില്ലാത്തവനെയല്ല. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾ ഓർക്കണം. അപ്പൊ അറുത്താൽ ഭക്ഷണമാണ് ചില മൃഗങ്ങൾ, എന്നാൽ അറുത്തില്ലെങ്കിലും ഭക്ഷണമാണ്, ചത്താലും ഭക്ഷണമാണ്. മത്സ്യം വലിയ മത്സ്യമാണെങ്കിൽ അഥവാ വലുതാകണമെന്നില്ല, ജീവൻ പോകാൻ സമയം കൂടുതൽ പിടിക്കുന്ന മത്സ്യമാണെങ്കിൽ, കരക്ക് പിടിച്ചിട്ടാലും പെട്ടെന്നത് ജീവൻ പോകൂല, അങ്ങനത്തെ മത്സ്യമാണെങ്കിൽ അതിന് അറുക്കൽ സുന്നത്തുണ്ട്. ഇടക്കെല്ലാം ചില മത്സ്യം പഠിക്കണോ. അതേ സമയത്ത് അല്ലാത്ത മത്സ്യത്തെ അറുക്കേണ്ടതില്ല. ഇതിനും അറുക്കൽ സുന്നത്തേക്കുണ്ട്, നിർബന്ധമില്ല. മത്സ്യം ജറാദ് അതൊരു സീസ് വിട്ടില്ല, അതും ചത്താൽ നജസല്ല, ഭക്ഷണമാണ്. എന്നാൽ പശു, ആട് തുടങ്ങിയ ജീവികൾ ചത്താൽ അത് നജസാണ്. ഇത് രണ്ടുമല്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. എന്തേ? മനുഷ്യന് തിന്നാൻ പറ്റൂല, അർത്താലും തിന്നാൻ പറ്റൂല, അർത്തിലെങ്കിലും തിന്നാൻ പറ്റൂല, അറക്കാനും പറ്റൂല. പിന്നെ അറക്കാൻ പറ്റൂല ഒരു നിയമം, ഇനി അർത്താ തിന്നാൻ പറ്റുള്ള വേറൊരു നിയമമല്ലേ. ഓരോന്നിനും നിയമം മാറുമല്ലോ. വ്യഭിചരിക്കൽ ഹറാം, അതൊരു നിയമം. വ്യഭിചരിച്ച് കഴിഞ്ഞാലോ കുളിക്കൽ വുജൂബ്, അത് വേറൊരു നിയമം. കുളിക്കുമ്പോഴോ ബിസ്മില്ലൽ സുന്നത്ത്, മറ്റൊരു നിയമം. ഈ സുന്നത്ത് എടുക്കാൻ വേണ്ടി ആരും വ്യഭിചരിക്കണ്ട, മനസ്സിലായില്ലേ? അതുപോലെ കള്ള് കുടിക്കൽ ഹറാം. കള്ള് കുടിച്ചാലോ തൊള്ള കഴുകൽ വുജൂബ്, ഇല്ലേ? നിസ്കാരം സഹിയാവൂല. അപ്പൊ അതുകൊണ്ട് ഓരോന്നിനും നിയമം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നിയമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോന്നിനും ഓരോ ഘട്ടത്തിൽ ഓരോ നിയമമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പെണ്ണുങ്ങൾ തെരഞ്ഞെടുപ്പിന് നിർത്താൻ പാടില്ല, അതൊരു നിയമം. പാടില്ല. നിന്നാലോ, നിന്നാല് ചെറുന് കുറഞ്ഞതിനെ ജയിപ്പിക്കണോ എന്നുള്ള വേറൊരു നിയമം.
കാരണം ഏതെങ്കിലും ഒന്ന് ജയിക്കുമല്ലോ, അവനെ ചെറു കുറച്ച് നോക്കി ജയിപ്പിക്കണം. നിൽക്കാൻ പാടില്ല എന്നുള്ള വേറോ നിയമം, നിന്നാലുള്ള നിയമം മറ്റൊന്ന്. അങ്ങനെ നിയമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓരോന്നിനും സാഹചര്യം അനുസരിച്ച് നിയമം വന്നുകൊണ്ടിരിക്കും. അപ്പോ മനുഷ്യൻ അർത്താലും ചത്താലും അറക്കാൻ പാടില്ല. അർത്താലും ചത്താലും ചത്തുപോകാൻ സത്തുപോകാന്നാണ് ഇതിന്റെ ചത്തുപോകാൻ സത്തുപോക. സത്തുവിനെ ആത്മാവ് തന്നെ സത്തുപോകാന്നില്ല. സത്തുവിനെ ചത്തുനാരാണ്. അപ്പൊ സത്തുപോയാലും മരിച്ചു പോയാലും ഇനി മനുഷ്യൻ കൊല്ലപ്പെട്ടാലും തിന്നാൻ പറ്റൂല. അതേ സമയത്ത് ഡെഡ് ബോഡി നജസല്ല, മനുഷ്യന്റെ പ്രത്യേകത. ഭക്ഷണമാവില്ല. ആ മനുഷ്യൻ എത്ര ബഹുമാനം, മനുഷ്യന്റെ ബഹുമാനം പറഞ്ഞുകൊണ്ടോ തീരുന്നു അല്ലേ? നമ്മളൊക്കെ ഇത് രാവിലെ പല്ലിയേക്കാത്ത ആരെങ്കിലും പല്ലിയേക്കാത്ത കുട്ടികൾ രാവിലെ പല്ലിയേക്കൽ സുന്നത്ത്. ഉറക്ക് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുമ്പോൾ പല്ലിയേക്കൽ സുന്നത്താ. ഉറങ്ങാൻ നോക്കുമ്പോൾ പല്ലിയേക്കണോ? അത് സുന്നത്താ. പല്ലിന്റെ പുറവും തേക്കണം, ഉള്ളും തേക്കണം. ഉള്ള കൂടുതൽ തേക്കണ്ടി, കാരണം ഉള്ള എല്ലാ കച്ചറിയില്ല. മേലെ മാത്രം തേച്ചാൽ പോലെ ഉള്ളും കൂടി തേക്കണം. നാവും തേക്കണം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുന്നത്ത. ഉറങ്ങിക്കഴിഞ്ഞാലോ സുന്നത്ത. വീട്ടിൽ കയറുമ്പോൾ സുന്നത്താ, വീട്ടിൽ നിറങ്ങുമ്പോൾ സുന്നത്താ, പള്ളി കയറുമ്പോൾ നല്ലതാ. മരണം ആസന്നമായവന് പല്ല് തേച്ച് കൊടുക്കൽ സുന്നത്താ. പല്ലിയേക്കൽ ഖുർആൻ ഓതുമ്പോൾ പല്ലിയേക്കൽ സുന്നത്താ. അതിന് മുമ്പ് പല്ലിയേക്ക നല്ലതാ. പല്ലിയേക്കൽ എന്നാൽ വളരെ നല്ല സംഗതിയാണ്. ഇത്ര തേച്ചിട്ട് പിന്നെയുണ്ട് എൻ്റെ ആശുപത്രിയിൽ ഇങ്ങനെ തരിപ്പിച്ച് കുത്തിരിക്കുക. ഓരോരുത്തർ പല്ലിന് കേടായി നന്നായിട്ട് ഇസ്ലാമിൽ പറഞ്ഞ പോലെ പല്ലിയേക്കുന്നവർക്ക് പല്ലിന് വലിയ കേടൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ സംവിധാനം നോക്കി ജീവിതത്തിൽ ഒരിക്കൽ പല്ലിയച്ചില്ല നമ്മളെ പശു, പേർക്കുള്ള പശു. എന്നിട്ട് ഒരൊറ്റ ദന്താശുപത്രിയിൽ പോയിട്ട് ധരിപ്പിച്ച് കുത്തിട്ടില്ല. പശുക്കളെ പല്ലോട്ട് തേച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഓരോരോ സംവിധാനം നോക്കി നിങ്ങൾ. കാരണം അതിനെ പല്ലിയേക്കാൻ വേണ്ടി അള്ളാഹു ഒരു സംവിധാനം കൊടുത്തില്ല. പല്ല് തേക്കണ്ട, എന്നാലും പല്ലിന് കേട് വരൂലാന്നാ. കാരണം അതിനെ പല്ലിയേക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ പല്ലിയേക്ക? സുബ്ഹാനല്ലാഹ്, അഭ്യാസം കളിക്കേണ്ടി വരില്ലേ പല്ലിയേക്കണമെങ്കിൽ? പിന്നെ ആരാ സാക്കേറ്റി കൊടുക്കുക? ആരാ ബ്രഷ് ഉണ്ടാക്കി കൊടുക്കുക? അതുകൊണ്ട് അള്ളാഹു തആല അത് ബ്രഷ് ചെയ്തില്ലെങ്കിലും അതിന്റെ തൊള്ളക്കും പല്ലിനൊന്നും കുഴപ്പമില്ലാത്തതിന് അള്ളാഹു തആല വെച്ചു. അള്ളാഹുവിന്റെ സംവിധാനമാണ്. ഇരിക്കട്ടെ. അപ്പോ പല്ല് തേക്കൽ സുന്നത്താണ്. അത് വളരെ വലിയ വിഷയമാണ്. ഒരൊറ്റ മൃഗം പല്ല് തേക്കുന്നില്ല. അല്ലാഹു തആല നമുക്ക് വളരെ വൃത്തിയോടെ ജീവിക്കാൻ സാധിക്കും. നമ്മൾ വിസർജിച്ചാൽ കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കുന്നുണ്ട്. പശുക്കളോ പോത്തുകളോ സുബ്ഹാന കിടക്കുന്നിടത്തിന് അതിന്റെ മുകളിൽ തന്നെ കിടക്കുക. എൻ്റെ ഒരു ഗതിയോടോ സുബ്ഹാനല്ലാഹ്. പിന്നെ എപ്പോഴെങ്കിലും മാനായിരിക്കണം അതുമില്ല. തിന്ന സാധനത്തിന്റെ കുറെ അങ്ങ് ബാറ്റിലെത്തിയതിനു ശേഷം രണ്ടാമത് തെക്കിക്കോട്ടെ വന്നിട്ട് പിന്നെയും കുറെ ചവച്ച് സുബ്ഹാനല്ലാഹ് നജസ് തൊള്ളയിലിട്ട് ചവക്കണ്ടി. ആ രൂപത്തിൽ മൃഗങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, ഒരു സംസ്കാരമില്ല, ഉയർച്ചയില്ല, ബഹുമതിയില്ല. മനുഷ്യന്റെ ബഹുമതി എത്രയാണ്! ആ മനുഷ്യനായി അതിപ്പോ പറഞ്ഞാൽ നീണ്ടുപോകും. മനുഷ്യന്റെ ബഹുമാനം വളരെ വലുതാണ്. നിലത്ത് മുഖം ഇട്ടുകൊണ്ടാണ് പുല്ല് തിന്നുന്നത് പശു. നമ്മളത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ നിലക്ക് എത്രയെത്ര ബഹുമാനമാണ് അല്ലാഹു മനുഷ്യന് കൊടുത്തത്. ഞാനും നിങ്ങളും അഭിമുഖമായി സംസാരിക്കുന്നു, മൃഗങ്ങൾ തലയും താത്തിയിട്ട് സംസാരിക്കുന്നു അല്ലേ? മൃഗങ്ങൾക്ക് അഭിമുഖമായി നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ പറയാനുണ്ട്. മനുഷ്യനാക്കി അല്ലാഹു തആല നമ്മെ. എന്നാൽ മനുഷ്യരിൽ അബൂജഹലും ഒരു മനുഷ്യനാണ്. അതൊരു മനുഷ്യനാണ് അല്ലേ? യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യത്വമുള്ളവനാണ്. യഥാർത്ഥ മനുഷ്യത്വമുള്ളവൻ ആരാണ്? അവനെ സൃഷ്ടിച്ച റബ്ബിനെ അറിയാൻ കഴിഞ്ഞവനാണ്. അവന് വെള്ളം കൊടുക്കുന്ന, ഭക്ഷണം നൽകുന്ന, ഓക്സിജൻ നൽകുന്ന, ആരോഗ്യം നൽകുന്ന, പിടിക്കാൻ കൈ കൊടുത്ത ആ കയ്യിന് അതാ അയക്കൂറ തിന്നുമ്പോ മുള്ളൊഴിച്ചിട്ട് ബാക്കിയുള്ളത് എടുത്ത് തിന്നാൻ പറ്റുന്ന വിരല് കൊടുത്ത അല്ലേ? വിരലിങ്ങനെയല്ലെങ്കിൽ മത്സ്യം തിന്നാൻ പറ്റുമോ? മുള്ളൊഴിവാക്കി എടുക്കാൻ കഴിയുമോ? ഈ വിരലിനെ ഇതേ നിലക്ക് പടച്ച, നഖം കൊടുത്ത, രോമം കൊടുത്ത
സുബ്ഹാനല്ലാഹ്. പൊടിപടലങ്ങളിലൂടെ നടന്നിട്ട് നിങ്ങളെ മൂക്കൊന്ന് അല്പം തുണിയിട്ട് തുടച്ചു നോക്കിയാൽ, ഞാൻ നമ്മളെ കുട്ടികൾ ദപ്പും മുട്ടി വരുമ്പോ വലിയ പേടിയിലാണ്. കാരണം മൂക്കിലുള്ള എല്ലാ പൊടിയും കേറിയാൽ പിന്നെ നാളെ അതുണ്ടാകൂല. അതുകൊണ്ട് മൂക്കും പൊത്തിയിട്ടാണ് ഞാൻ ദപ്പിന്റെ കൂടെ നടന്നത്. ഓ മോമിനീങ്ങളെ, നമ്മുടെ മൂക്കിലേക്ക് പൊടിപടങ്ങൾ കയറിയാൽ അത് ശ്വാസകോശത്തിലെത്തും. അത് പോകാതിരിക്കാൻ അള്ള വെച്ച സംവിധാനം കണ്ടോ? മൂക്കിലെപ്പ നോക്കിയാലും ചെറിയ നനവാണ്. എന്തിനാണ് ഈ നനവ്? അതേ അങ്ങോട്ട് കടന്നു പോകുന്ന പൊടിപടലങ്ങളെ അവിടെ ഒട്ടിപ്പിടിച്ച് നിർത്താനാണ്, സെക്യൂരിറ്റിയാണ്. ആ മൂക്കിൽ വളരുന്ന രോമങ്ങൾ കണ്ടോ? തലയിലെ രോമങ്ങൾ മേൽപോട്ടാണ് ഉയരുന്നത്. മൂക്കിലെ രോമം മേൽപോട്ട് ഉയർന്നാ തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് മൂക്കിലെ രോമം താഴോട്ടാണ് വരുന്നത്. അങ്ങനെ എത്ര നല്ല സംവിധാനമാണ് മനുഷ്യന് അല്ലാഹു തആല കൊടുത്തത്. അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം ഞാൻ പറഞ്ഞ വാളുണ്ട്. അതിന്റെ തുടക്കത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലിടക്ക് സിറാജുൽ ഹുദയുടെ കലണ്ടർ എല്ലാവരും ഓരോന്ന് വാങ്ങണം. അതൊരു ബർക്കത്തിനാണ്, ഒരു പ്രചരണത്തിനാണ്. അതിപ്പോ ഒരു കലണ്ടർ വാങ്ങിയാൽ നിങ്ങൾക്ക് 1000 രൂപ കൂടുതലൊന്നും കൊടുക്കൂലല്ലോ. അപ്പൊ ഇതുകൊണ്ടൊന്നും എവിടെ എത്തൂലല്ലോ. കലണ്ടറിന് നിങ്ങൾ 10 രൂപ കൊടുക്കുകയായിരിക്കും ചിലപ്പോ. അതുകൊണ്ട് ഒന്നും സമ്പാദിക്കാനൊന്നും കഴിയില്ല. അതൊരു പ്രചരണത്തിനാണ്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അല്ലാഹു വലിയ ബർക്കത്ത് വന്ന സ്ഥാപനമാണ്. ഞാനിവിടെ വന്നപ്പോൾ എത്ര ആളുകൾ നേർച്ച ഒന്നും വെറുതെ ഇരുന്നല്ല. അല്ലാഹു തആല വലിയ ബർക്കത്ത് കൊടുത്തു. വെള്ളപ്പാണ്ട് രോഗം മാറിയവരുണ്ട്, ക്യാൻസർ രോഗം മാറിയവരുണ്ട്. ഇപ്പൊ അടുത്തൊരാൾ വന്ന് ഓപ്പറേഷന് വേണ്ടി കയറ്റിയതാണ് കുട്ടിയെ. ഞാനിപ്പോൾ അടുത്ത ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ 5000 രൂപ കൊല്ലം ജില്ലയിൽ ചെന്നപ്പോൾ 5000 രൂപ ഒരാൾ സേവ് തന്നെയുള്ള ആളാണ്. എന്നോട് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ കയറ്റി 5000 രൂപ നേർച്ചയാക്കട്ടെ. അൽഹംദുലില്ലാഹ് ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. വന്ന ഡോക്ടർമാർക്ക് മടങ്ങിപ്പോയി. ഒന്നും പ്രശ്നമില്ല. അങ്ങനെ അല്ലാഹു തആല അത്ഭുതങ്ങൾ, ആയിരക്കണക്കിന് അത്ഭുതം തന്നിട്ട് ആ സ്ഥാപനത്തിന് നേർച്ച ചെയ്തു വരും. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും തന്നു, ഒരുപാട് ആളുകൾ നേർച്ച കൊണ്ടെത്തുന്നു. ഇവിടെ ചെന്നാലും ഇങ്ങനെ കിട്ടും, നടക്കുമ്പോൾ കിട്ടും. ഏതൊരു പെട്രോൾ പമ്പിൽ ചിലപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി കയറി അവിടുന്ന് കിട്ടും നേർച്ച. അങ്ങനെയാണ് അല്ലാഹു തആല ആ സ്ഥാപനത്തിന് എന്ന ബർക്കത്ത്. ഞാൻ എൻ്റെ കീശയിൽ ഇടുന്ന പൈസ ഒക്കെ സിറാജുൽ ഹുദയുടെ ആയിരിക്കും നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ട് ആ ഓഫീസിൽ എല്ലാം ഇടിച്ച് സ്ഥലത്തും. എൻ്റെ സ്വന്തം പൈസ ആണെങ്കിൽ ഞാൻ പ്രത്യേകം സ്വന്തം സംഖ്യ എഴുതി വെക്കും കവർമെയിൽ, അല്ലെങ്കിൽ ബെൽറ്റിലേ വെക്കുള്ളൂ, കീശയിലും പോകുന്നിടത്തൊക്കെ നേർച്ചിട്ടു. അല്ലാഹു തആല ബർക്കത്ത് നിലനിർത്തി തരട്ടെ. എല്ലാവരും ഓരോ കലണ്ടറുമാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ നമുക്ക് തന്ന നിഅമത്ത് എത്രയാണ്. മനുഷ്യനാക്കി ആ റബ്ബിനെ അറിയാൻ കഴിയാതെ, ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കാൻ കഴിയാതെ, ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കാൻ കഴിയാതെ, അവനെ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവനാണ് ഹഖ്. അതേ, അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹുവല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ അധികാരമില്ല. അതേ, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, സർവ വിഷയത്തിന്റെയും അധികാരം അവനാണ്. ആ അധികാരമുള്ള റബ്ബിലേക്ക് മനസ്സ് തിരിക്കാനും അവനെ അറിയാനും അവന്റെ ഏകത്വം അംഗീകരിക്കാനും കഴിയാത്തവൻ അവനതാ അബൂജഹലിനെ പോലത്തെ മനുഷ്യൻ. പോകട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും, ചൈനയുടെ, റഷ്യയുടെ അതുപോലുള്ള രാഷ്ട്രങ്ങളുടെ അധിപന്മാരായാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു പാവപ്പെട്ട നമുക്കതിന്റെ വെളിച്ചം തന്നു, ഈമാന് തന്നു, ഇസ്ലാമിന്റെ വെളിച്ചം തന്നു, ഈമാനിന്റെ വെളിച്ചം തന്നു. അത് ചെറിയ സംഗതിയല്ല. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അല്ലാഹു നമുക്ക് തന്ന വെളിച്ചം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല, നിന്നിലേക്ക് ഖൽബ് തിരിക്കാനാണ്. നിന്നോട് അടിമകൾക്ക് പലതും പറയാനുണ്ട്. അധികാരം മുഴുവനുമുള്ള രാജാവ് നീയാണ്. യാ മൻ ലഹു മലകൂതു കുല്ലി ശൈഇ, യാ മൻ ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, യാ മൻ ലഹു മുൽക്ക്
ملك كل شيء يا بديع السماوات والأرض يا الله يا الله. ഇവിടെ ഒരുമിച്ച് കൂടിയ സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രസംഗം വിദേശങ്ങളിൽ നിന്നും മറ്റും കേൾക്കുന്ന മോമിനീങ്ങൾക്ക്, ഞങ്ങളുടെ പ്രസംഗത്തിന്റെ സീഡികൾ കേൾക്കുന്നവർക്ക്, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ശക്തിപ്പെടുത്തുന്നവർക്ക്, ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, നീ ഞങ്ങൾക്ക് തന്ന നിഅമത്ത് ഞങ്ങൾ ഓർമ്മിക്കുന്നു. നീ ഞങ്ങൾക്ക് ഞങ്ങളെ മനുഷ്യരാക്കി പഠിച്ചു. കേവല മനുഷ്യരല്ല, ഞങ്ങൾക്ക് ഈമാനിന്റെ വെളിച്ചം തന്നില്ലേ അല്ലാ, അത് നിന്റെ ഔദാര്യമല്ലേ അല്ലാ, നീ ഞങ്ങളെ ബഹുമാനിച്ചതല്ലേ അല്ലാ. ആ ഈമാൻ നിലനിർത്തി ഈമാനോട് ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ മരിപ്പിക്കണേ അല്ലാ. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام. نسألك بأسمائك الحسنى وبذاتك الأسنى وبصفاتك العليا وبحرمة حبيبك سيدنا محمد صلى الله عليه وسلم وبحرمة هذا المجلس العظيم وبحق قرآنك الكريم وبجميع من علمت وما علمت جميعهم يا الله يا الله. നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നീ ഞങ്ങളെ ഖൽബിൽ തന്ന ഈമാൻ നിലനിർത്തി തരണം റഹ്മാനേ. ആ ഈമാനോട് സന്തോഷത്തിന്റെ വേർപാട് തരണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ഓ മുഅ്മിനാത്തുകളെ, ഈ ഈമാൻ അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ട്, സംശയമില്ല. ആ ഈമാൻ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഞാനിപ്പോൾ നീട്ടി പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ഈമാൻ രക്ഷിക്കണമെങ്കിൽ ഈമാനിന്റെ ഭദ്രതക്ക് അല്ലാഹ് വെച്ച ചില നിയമങ്ങളുണ്ട്, അല്ലാഹ് കൽപ്പിച്ച സംഗതികളുണ്ട്, അല്ലാഹ് വിരോധിച്ച വിഷയങ്ങളുണ്ട്. കൽപ്പിച്ചതെടുത്തുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം, അല്ലാഹ് വിരോധിച്ചത് കൈയൊഴിക്കണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ഞാൻ കുറച്ച് ദിവസമായി നല്ല ആരോഗ്യം പോരാ, മരുന്ന് കുടിക്കുന്നു, അതോടുകൂടി ക്ഷീണം വരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് കുറച്ച് ദിവസമായിട്ട് പ്രസംഗത്തിലൊക്കെ പോകാൻ മടിച്ച് പ്രസംഗിക്കാൻ കഴിയില്ലാച്ചു. പക്ഷെ നമ്മളെ പ്രവർത്തകന്മാർ ഇവിടെ വിടുന്നു, നിർബന്ധിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദിവസം 2-3 പ്രസംഗം തന്നെയാണ്. ഇന്നലെയും രാത്രി വന്ന് കിടക്കുമ്പോഴേക്ക് 2 മണിയായി. സ്വദേശത്തേക്ക് ശേഷം വന്നപ്പോൾ തീരെ കിടക്കാൻ പോയ സമയത്ത് കഴിഞ്ഞില്ല. തിരക്ക് അവസാനം നേരത്തെ പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് മഗ്‌രിബിൽ എത്തി നോക്കുമ്പോൾ അനങ്ങാൻ കഴിയുന്നില്ല. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റോ എന്നിട്ട് പ്രസംഗിക്കാൻ പോയി. കുറച്ചിവിടെ വൈകിപ്പോയി. പക്ഷേ അതുകൊണ്ട് പ്രസംഗിക്കാൻ സാധിക്കില്ല, തീരെ പ്രസംഗിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളൊക്കെ ആരോഗ്യത്തിന് ദുആ ചെയ്യണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹുവേ, നീ നാഫിഅ ഇൽമ് ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. നാഫിഅ ഇൽമ് ഞങ്ങൾക്ക് പഠിക്കണമെങ്കിലും പഠിച്ചത് ഞങ്ങൾക്ക് പറയണമെങ്കിലും പ്രചരിപ്പിക്കണമെങ്കിലും ആരോഗ്യമില്ലാതെ സാധ്യമല്ല. നീ ഞങ്ങളുടെ ഉസ്താദുമാർ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് മുഴുവനും നീ ആരോഗ്യം നൽകണം റഹ്മാനേ. കൊണ്ടോട്ടി ബുഖാരിയിലെ ഉസ്താദ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ തീരെ സുഖമില്ലാതെ ഉണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ സലാമത്തും ആഫിയത്തും നൽകണം റഹ്മാനേ. അതുപോലെ ആര് രോഗികൾ ഉണ്ടോ അവർക്കൊക്കെയും നീ ആഫിയത്തും സലാമത്തും നൽകണം റഹ്മാനേ. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. അത് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹു തആല കൽപ്പിച്ചത് എടുക്കുന്ന മനുഷ്യരായിരിക്കണം. അല്ലാഹ് വിരോധിച്ച് കൈയൊഴിക്കണം. ഞാൻ അതിനു വേണ്ടി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്തുകയാണ്. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഒരു പരിപാടിയും പാടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിളിച്ചാൽ പോയിക്കൂടെ? പോലീസ് സ്റ്റേഷനിൽ SI വിളിച്ചാൽ നിങ്ങൾ കൃത്യമായി പോകില്ല. നിങ്ങളെ സ്പോൺസർ വിളിച്ചാൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കൂല. അങ്ങനെ ആര് വിളിച്ചാൽ, നിങ്ങളെക്കാൾ വലിയവർ വിളിച്ചാൽ നിങ്ങൾ പോകില്ല. ആകാശങ്ങളും ഭൂമികളും
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവ്വസൃഷ്ടികളും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹ്, അവന്റെ കീഴിലല്ലാതെ വല്ല പോലീസും ഉണ്ടോ? അവന്റെ കീഴിലല്ലാതെ വല്ല രാജാക്കന്മാരും ഉണ്ടോ? അവന്റെ കീഴിലല്ലാതെ ലോകത്തെന്തെങ്കിലും ഉണ്ടോ? ആ രാജാവ് 5 നേരം അവന്റെ മുമ്പിൽ ഹാജരാകാൻ വിളിക്കുമ്പോ അപ്പൊ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മളെപ്പോലെ നന്ദിയില്ലാത്തവൻ ആരാണ്? നമ്മളെപ്പോലെ ചിന്തയില്ലാത്തവൻ ആരാണ്? ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവ് വിളിച്ചിട്ട് പോകാത്തവൻ? ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന സൃഷ്ടി അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആ നബി തങ്ങളെ വിളിച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരേ അങ്ങേക്ക് സലാം. അവിടുന്ന് എത്ര വലിയ ദർജയിലാണ്, എത്ര വലിയ ഉന്നത പദവിയിലാണ്. പക്ഷേ അവിടുത്തെ ഉമ്മത്തുകൾക്ക് നേരിൽ വിളിച്ച് സലാം പറയാൻ പറ്റുന്ന വിധത്തിൽ അവിടുത്തെ ഉമ്മത്തുകളോട് വളരെ സ്നേഹമുള്ള നേതാവാണ്. അവിടുന്ന് നമുക്ക് നിർദ്ദേശിച്ചു തന്നു, നിങ്ങൾ എന്നെ വിളിക്കണം, എനിക്ക് സലാം പറയണം. നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും ശരി, ഞാൻ വഫാത്തായതിനു ശേഷമാണെങ്കിലും ശരി, 5 നേരം ഞാനുമായി ബന്ധപ്പെടണം, 5 നേരം എന്നെ വിളിക്കണം, 5 നേരം സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ മക്കളെ, അന്ധവിശ്വാസമല്ല, അവിടുന്ന് പറഞ്ഞതല്ലേ, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. ആര് എനിക്ക് ഇവിടുന്ന് സലാം പറയുന്നുണ്ടോ, എന്റെ വഫാത്തിന് ശേഷം ഞാനത് മടക്കും. എന്റെ വഫാത്തിന് ശേഷം മടക്കാൻ എനിക്കല്ല കഴിവ് തരും. അവിടുന്ന് പറഞ്ഞതല്ലേ. അപ്പൊ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് 5 നേരം സലാം പറയാൻ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് സലാം പറയേണ്ട സമയത്ത് നമ്മൾ കിടന്നുറങ്ങി സുബ്ഹി ഖദാക്കാൻ പറ്റുമോ മുസ്ലിമേ? അതേ സലാം പറയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റുമോ? അതാ മകളുടെയും മകന്റെയും കല്യാണത്തിന്റെ അന്ന് നിസ്കാരം ഖദാക്കാൻ പറ്റുമോ പെണ്ണേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ വലിയ മകളുണ്ടോ, മകനുണ്ടോ, ബാപ്പയുണ്ടോ, ഉമ്മയുണ്ടോ? അന്ത ഉമ്മുൻ അം അബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്ത്വാഹി والحبيب العربي. ആ പ്രിയപ്പെട്ട നേതാവിനെ വിളിച്ച് സലാം പറയാതെ നമുക്ക് കല്യാണത്തിന്റെ തിരക്ക് പറ്റുമോ ഉമ്മ? ആ സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ പ്രകടനം നടത്താൻ പറ്റുമോ മുസ്ലിമേ? നിസ്കാരം ഖളാക്കി സമ്മേളനം പറ്റുമോ മുസ്ലിമേ? ഓ മുസ്ലിം സഹോദരന്മാരെ, കൃത്യമായി 5 വക്ത് നിസ്കരിച്ചേ പറ്റൂ. അതേ നിർബന്ധമായ സക്കാത്ത് കൊടുത്തേ പറ്റൂ, നോമ്പെടുത്തേ പറ്റൂ. കഴിവുള്ളവൻ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും പോയേ പറ്റൂ. കുടുംബബന്ധം ചേർക്കണം, ഭാര്യമാർക്ക് നന്മ ചെയ്യണം. പാപപ്പെട്ട ഭാര്യമാരെ ചീത്ത പറയരുത്, പാപപ്പെട്ട ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കരുത്. ഭർത്താക്കന്മാരെ അനുസരിക്കണേ ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ. അയ്യുമംറാത്തിൻ മാതത്തു വസൗജുഹാ അൻഹാ റാദു ദഖലത്തുൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിൽ കടന്നു. ഭർത്താവിന്റെ പൊരുത്തില്ലാത്ത പെണ്ണ് സ്വർഗത്ത് കിടക്കോ? ഭർത്താവ് അങ്ങിച്ചു കൊടുത്ത ഫോണ്, ഭർത്താവ് ബില്ലടക്കുന്നു, എന്നിട്ട് ഭർത്താവ് പൊരുത്തപ്പെടാത്തവൻ ആ ഫോണിൽ ആള് വിളിക്കുന്നു. ഇത്ര നന്ദി കെട്ട പെണ്ണ് വേറെയുണ്ടോ? സഹോദരിമാരെ, ഭർത്താവിന്റെ പൊരുത്തമുള്ള പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഓ മുഅ്മിനീങ്ങളെ, വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്. സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. അവരെ ബാപ്പനെ പറയരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത്. അവരെ സ്ത്രീധനം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, അവരെ പീഡിപ്പിക്കരുത്, അവരെ നിസ്സാരപ്പെടുത്തരുത്. നല്ല നിലക്ക് പെരുമാറണം. കൽപ്പനകളൊക്കെ ജീവിതത്തിൽ പകർത്തണം. കുടുംബബന്ധം ചേർക്കണം, പിണങ്ങരുത്. എല്ലാവരും ഇണങ്ങണം.
ആലിമീങ്ങൾ ജനങ്ങളൊക്കെ ഇണങ്ങണം എന്നാ പ്രസംഗിക്കേണ്ടത്. ഏതെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ് എല്ലാവരും ഒന്ന് നന്നാവണോ വിചാരിക്കുമ്പോൾ നന്നാവണോ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന വലിയന്മാരുണ്ട്. അള്ളാഹു നന്നാക്കട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ മലിക് ഖസ്റൂനി തങ്ങൾ പറഞ്ഞതുപോലെ മാ അഖ്ബഹൽ ജഹല ബിൽ അലിബായി വൽ ഇല്ലത ബിൽ അതിബായി. ഒരു ആസ്പത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ കയറി ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്നു, വേറൊരു ഡോക്ടർക്ക് രക്തം കയറ്റുന്നു, വേറൊരു ഡോക്ടർ അതാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു, വേറൊരു ഡോക്ടർ അതാ ബാറ്റുന്ന വേദനയായിട്ട് ഇങ്ങനെ വേദനിച്ച് കരയുന്നു. പിന്നെ ഈ ആസ്പത്രി കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അബ്ദുൽ മലിക് ഖസ്റൂനി തങ്ങൾ മാ അഖ്ബഹൽ ഇല്ലത ബിൽ അതിബായി. ഡോക്ടർമാർ രോഗികളായി പോയാൽ വളരെ മോശമല്ലേ അഹ്മദേ? സുബ്ഹാനല്ലാഹ്. ജനങ്ങളോട് ഗീബത്ത് പറയരുത് എന്ന് പറയേണ്ടത് ആലിമീങ്ങളല്ലേ? നിങ്ങൾ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത് എന്ന് പറയേണ്ടത് ആലിമീങ്ങളല്ലേ? തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുതെന്ന് പറയേണ്ടത് ആലിമീങ്ങളല്ലേ? നിങ്ങൾ ഗീബത്തും നമീമത്തും ഫിത്നയും കൊണ്ട് നിങ്ങളെ നാവ് ചീത്തയാക്കരുത്, മനസ്സ് ചീത്തയാക്കരുത്. നിങ്ങൾ കിട്ടുന്ന സമയം ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, അൽഖഫ് ഓതണം, സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ നല്ലത് ചെയ്യണമെന്ന് ഉപദേശിക്കേണ്ടത് പണ്ഡിതന്മാരല്ലേ? പണ്ഡിതന്മാർ സ്റ്റേജും കെട്ടിയിട്ട് ജനങ്ങളോട് പിരിവും വാങ്ങി പൈസയും വാങ്ങി എന്നിട്ട് അതാ സ്റ്റേജ് കെട്ടിയിട്ട് സ്റ്റേജും കയറിയിട്ട് അതാ തീരുന്നത് വരെ മറ്റൊരു ആലിമിന്റെ കുറ്റം, വേറൊരു തങ്ങളെ കുറ്റം, വേറൊരു മുതഅല്ലിമിന്റെ കുറ്റം, മുഅ്മിനീങ്ങളെ കുറ്റം, ഇങ്ങനെ ഗീബത്ത് കൊണ്ട് നിറച്ച് അതാ മനസ്സും നാവും ശരീരവും ഒക്കെ നരകത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഡോക്ടർമാർ രോഗികളായി പോകുന്ന കാലമല്ലേ? തപ്പാതെ അബ്ദുൽ മാലിക്കിൽ ഖസ്റൂനി തങ്ങളോരു ചൊല്ലാലോരാണ്ട് പാർത്തോവർ ഇവണ്ണം അങ്ങാടാടുപ്പാൻ കരുതിയിട്ട് 3 കാലം ചുറ്റി നടന്നോവർ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ശൈഖാണ് അബ്ദുൽ മലിക് ഖസ്റൂനി തങ്ങൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കൊടുത്ത ഉപദേശത്തിന്റെ കൂട്ടത്തിൽ ചോദിച്ചൊരു ഉപദേശമാണ്, ഡോക്ടർമാർ രോഗികളായി പോയാൽ വളരെ മോശമല്ലേ അഹ്മദേ? ഓ മുഅ്മിനീങ്ങളെ, വല്ലാത്തൊരു ആഖിർ സമാനിലാണ് നമ്മുടെ ജീവിതം കേട്ടോ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനേ. ഞങ്ങളെ നീ പിഴപ്പിക്കരുത് റഹ്മാനേ. ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, അതാ സൽക്കർമ്മത്തിൽ ജീവിക്കണം. ചെറുപ്പക്കാരെ, ചെറിയൊരു വസിയ്യത്ത്. വെറുപ്പുണ്ടായിട്ടല്ല, എനിക്ക് ആരോഗ്യമുണ്ടായിട്ടുമല്ല, ഞാൻ എൻ്റെ വേദന കൊണ്ട് പറയുകയാണ്, വിഷമം കൊണ്ട് പറയുകയാണ്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ 2 വർഷം മുമ്പ് ദിബ്ബയിൽ രാത്രി 1:30 മണിക്ക് പ്രസംഗിച്ചിട്ട് അവിടുന്ന് മദാമിലേക്ക് പോകാൻ വേണ്ടി വളരെ പെട്ടെന്ന് കാറിൽ കയറിയിട്ട് എങ്ങനെയോ ഓടി ഇവിടെ എത്തണമെന്നുള്ള ബേജാറിന് പോവാണ്. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വളരെ അധ്വാനിച്ച് വന്ന് നിങ്ങളൊരു മുഖം തന്നില്ല, നിങ്ങൾ പെട്ടെന്ന് പോയി കളഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ മദാമിൽ പാവപ്പെട്ട കുറേ ആളുകൾ, പച്ചക്കറി കച്ചവടക്കാർ, അവർക്ക് കച്ചവടം കഴിഞ്ഞിട്ട് റമദാൻ മാസത്തിൽ 2:30 മണി 3 മണിക്ക് അവർക്ക് ബയദ് അറിയാം. സുബൈ വരെ കുറച്ച് നേരം വരെയും പിന്നെ അത്താഴം കഴിച്ച് കൊടുക്കിടത്തിന് ശേഷം ഉറങ്ങും. അപ്പോൾ അവർക്ക് ബയദ് വരാൻ വേണ്ടി അവിടെ എത്തേണ്ട തിരക്കൊണ്ട് പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ വന്ന് ഒരു സന്തോഷം പറയാനാണ്. നിങ്ങൾ മുമ്പ് ഒരു 10-20 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ അന്നെൻ്റെ എല്ലാ കച്ചവടവും പൊളിഞ്ഞു പോയ ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ പലരും എന്നോട് പറഞ്ഞ് മനസ്സമാധാനം കിട്ടാൻ കുറച്ച് കള്ളുടിക്കണം, കുറച്ച് ലഹരി കുടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങൾ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളൊരു ദിക്ർ എഴുതി തന്നിരുന്നു. ഞാനത് ചൊല്ലി എനിക്കിപ്പോൾ അല്ലാഹു തആല നല്ല നിഅമത്ത് എന്ന് കുറേ കച്ചവടമൊക്കെ ഉണ്ട്. ഒരു സന്തോഷം പറയാൻ വേണ്ടി ആയിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നാട്ടിൽ വരണം, സിറാജുൽ ഹുദയിൽ വരണം. സിറാജുൽ ഹുദയ്ക്ക് ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്, 1 സെന്റിന് 3.5 ലക്ഷം രൂപയാണ്, 1 സെന്റ് നിങ്ങളും തരണമെന്ന് പറയുന്നു. നമ്മളെ പരിപാടിക്ക് അങ്ങനെയാണ്. അല്ലാണ്ട് ഇങ്ങനെ അള്ളാഹിന്റെ ദീനി നമ്മൾ കാട്ടണ്ടോ വെച്ചാൽ നടത്തുക, പിരിവെടുത്തിട്ടില്ലാതെ നമ്മൾ ശരിയായ നിലയിൽ തുറന്ന് ചോദിക്കല്ലേ. അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവെടുത്തിട്ടില്ലേ ദീനി നടത്തി, അതുകൊണ്ട് നമ്മളങ്ങനെ നടത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാൾ അൽഹംദുലില്ലാഹ് വരികയും ചെയ്തു, 3.5 ലക്ഷം രൂപ തരികയും ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അതിൻ്റെ ശേഷം ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന് മനക്ലേശമുണ്ടാകുമ്പോൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് കള്ളു കുടിക്കാനാണ്. വല്ലാത്തൊരു ലോകം തന്നെ എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരെ. നിങ്ങൾ നജസ് കുടിക്കരുതേ. കാഷ്ടത്തെക്കാളും മൂത്രത്തെക്കാളും ഗൗരവമുള്ള നജസാണ് ലഹരി. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, കാട്ടിച്ചാലും മൂത്രമൊഴിച്ചാലും ക്ലീനക്സ് കൊണ്ട്, ടിഷ്യൂ കൊണ്ട്, കല്ല് കൊണ്ട്, കട്ട കൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റും.
അല്ലേ? കല്ലുകൊണ്ട് മനയച്ച് നിസ്കരിച്ചൂടെ? അതേ സമയത്ത് ഒരൊറ്റ ഉറ്റ് കള്ള്, ഒരൊറ്റ ഉറ്റ് ബ്രാൻഡി, വിസ്കി നമ്മളെ ശരീരത്തിലോ തുണിയിലോ ഉറ്റിപ്പോയാൽ 1000 ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കാരം സഹീഹല്ല. എത്ര ഗൗരവമുള്ള നജസാണത്. ഇനിയും അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. ആ നജസ് കുടിക്കരുതേ മുസ്ലിമീങ്ങളെ. ഈമാൻ തെറ്റിപ്പോയാൽ അത് നമുക്ക് നഷ്ടമല്ലേ? ഞാൻ വേദനയോടെ പറയുന്നു. ഇന്ന് രാവിലെ ഞാൻ സിറാജുൽ ഹുദയിൽ വന്നിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എന്നെ ഏൽപ്പിച്ചൊരു സ്വർണത്തിന്റെ ഒരു ചെയിനുണ്ട്. പൂവക്കുന്നിൽ നിന്ന് ഒരു ആൾ കൊണ്ടുവന്ന് തന്നതാണ്. അത് പൂവക്കുന്നു അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു സാസിൽ കൂത്തുപറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. അത് തന്നത് എന്താണ്? അത് തന്നത് പാമ്പ് കടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ. ആ പാമ്പ് കടിച്ച കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി കാലിന്റെ തണ്ടയിലുള്ള സ്വർണം നേർച്ചയാക്കിയതാണ്. അൽഹംദുലില്ലാ, ആ കുട്ടി രക്ഷപ്പെട്ടു. ആ സ്വർണം കൊടുക്കാൻ ഞാൻ ഓഫീസിലുള്ള കൗണ്ടറിലുള്ള ആളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വേറെ ഒരാൾ 2 സ്വർണവും കൊണ്ടുവരുന്നു. അദ്ദേഹം നമ്മളൊരു റിസീവറാണ്. അദ്ദേഹം പറയുന്നത് ഒരാൾ തന്നതാണ്, ഒരു സ്ത്രീ തന്നതാണ്. ആ സ്ത്രീ ഉസ്താദിനോട് ദ്വാരക്കാൻ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? ഭർത്താവ് കള്ള് കുടിച്ചിട്ട് നിവൃത്തിയില്ല, അതൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എത്ര മുഅ്മിനീങ്ങളുണ്ട് ഇവിടെ, എത്ര മുതഅല്ലിമീങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾക്കുണ്ടോ വല്ലതും പരിഹരിക്കാൻ കഴിയുന്നു? എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന രാജാവ് നീയല്ലേ. അദ്ദേഹത്തിന്റെ ആ ദുസ്വഭാവം അതുപോലെ ഞങ്ങളുടെ സദസ്സിലോ ഞങ്ങളെ പ്രസംഗത്തിന്റെ സീഡി കേൾക്കുന്നവരിലോ ആരെങ്കിലും ദുർബല നിമിഷങ്ങളിൽ ദൗർബല്യത്തിൽ അടിമപ്പെട്ട് അതാ ലഹരി കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മനസ്സിൽ നിന്ന് അതിന് വെറുപ്പ് കൊടുത്ത് നീ അവരതിൽ നിന്ന് അകറ്റണേ റഹ്മാനേ. ആ പെണ്ണിന്റെ മനസ്സിന്റെ വേദന നിനക്കറിയും. അദ്ദേഹത്തെ നന്നാക്കി അവർക്ക് കുടുംബജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ലഹരി അത് നജസാണ്, വളരെ കടുപ്പമുള്ള നജസാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കൊല്ലം ഞാൻ സെയ്ത്തിൽ വേദന ചെന്നപ്പോ രാത്രി സമയം കുറെ കഴിഞ്ഞ് എൻ്റെ താടി ഒപ്പിക്കാൻ ഒറ്റ ബാർബർ ഷാപ്പും തുറന്നിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഒരു ബാർബർ, അബ്ദു എന്നാണ് പേര്, നമ്മളെ പ്രവർത്തകനാണ്. അബ്ദു പറഞ്ഞു, ഞാൻ തുറന്നിട്ട് നിങ്ങൾക്ക് താടി ഒപ്പിച്ചു തരാം. തുറന്ന് താടി ഒപ്പിക്കുമ്പോൾ അബ്ദു എന്നോട് പറയാണ്, 100 ദിർഹം ഞാൻ സിറാജിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കുറഞ്ഞ സമയം കിട്ടാൻ വേണ്ടി. അപ്പൊ അൽഹംദുലില്ലാ അതും പറഞ്ഞിട്ട് അബ്ദു പിന്നെ എന്നോട് പറയാണ്, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ സെയ്ത്തിൽ വന്ന് വേദ പറഞ്ഞു, കള്ള് കുടിക്കുന്നതിനെതിരെ ശക്തിയായിട്ട് പറഞ്ഞു. അത് കേട്ട ഒരാൾ, കള്ള് കുടിക്കുന്ന ഒരാൾ പള്ളിയിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. പടച്ചറബേ, തൗഫീഖ് കൊടുക്കുന്ന രാജാവ് നീയാണ്, ഖൽബിൽ പ്രകാശം നൽകുന്ന രാജാവ് നീയാണ്. ആർക്ക് അത്തരം തെറ്റുകളിൽ പെട്ടുപോയവരുണ്ടോ അവർക്കതിൽ നിന്ന് തൗബ ചെയ്ത് നന്നാകാൻ ഭാഗ്യം കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്കും ഈ നല്ലതിന് ഭാഗ്യം തരണം റഹ്മാനേ. ഓ മുസ്ലിമീങ്ങളെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യരിബ മുസ്കിറൻ, ലഹരിയുള്ളത് വല്ലവരും കുടിച്ചാൽ അവനെ അല്ലാഹു തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ തീനത്തുൽ ഖബാൽ? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത് അതേ അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാര ശരീരത്തിൽ നൊലിക്കുന്ന നീരാണത്, നരകക്കാര ശരീരത്തിൽ നൊലിക്കുന്ന ചലമാണത്. നരകത്തിലെ ഒന്നാമത്തെ മെമ്പർ അബൂജഹ്ല്, അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ തലവെട്ടിക്കൊണ്ടുവന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് പറഞ്ഞ ദുഷ്ടൻ. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് അതാ കുട്ടികളെ കൊണ്ട് അത് എടുത്തുകൊണ്ടുവന്നൊരു ദുഷ്ടനെ കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ അത് നോക്കി ചിരിച്ച ദുഷ്ടൻ അബൂജഹ്ല്. ആ അബൂജഹ്ല് നരകത്തിൽ തീ പൊള്ളിയിട്ട് ശരീരം പഴുത്തിട്ട് ഇങ്ങനെ ചലമൊലിക്കുമ്പോ ആ ചലം കുടിക്കേണ്ടി വരുന്നവനേക്കാൾ ഗതികെട്ടവരാരാണ് മുസ്ലിമേ? ജീവിതത്തിൽ ലഹരി കുടിക്കല്ല കേട്ടോ,
അതേ സമയത്ത് ഇപ്പുറത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസർ ഇങ്ങനെ മുക്കി വിതരണം ചെയ്യുമ്പോൾ ഇന്നനാ നർജു ഇലാ കഹൗസി ഹൗദിക ലില്ലതസ് യൗമ നസ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി والسلام على الرسول الشفيع المطهر والحبيب العربي അവിടുത്തെ ഹൗദുൽ കൗസർ നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമല്ലേ? നമ്മുടെ തൊട്ടടുത്ത് നിന്ന് വാത് കേട്ടവൻ, നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ പാർക്കുന്നവൻ, അവരതാ നബി തങ്ങളുടെ പ്രശോഭിതമായ മുഖത്ത് നോക്കി അവിടുത്തെ ഹൗദുൽ കൗസർ വിതരണം ചെയ്യുമ്പോ, സഹാബത്ത് അതിനു വേണ്ടി ഒത്താശ ചെയ്യുമ്പോ, ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവിന്റെ ചലം നക്കേണ്ടി വന്നാൽ അത്ര വലിയ ഗതികേട് വേറെയുണ്ടോ മുസ്ലിമേ? അതുകൊണ്ടൊരിക്കലും മദ്യപാനത്തിലേക്ക്, ലഹരിയിലേക്ക് പോകരുതേ മുസ്ലിമീങ്ങളെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അവരുടെ ഒരു ശിഷ്യന് മരണമാസന്നമായപ്പോൾ ആ മകന്റെ ആ ശിഷ്യന്റെ സമീപത്തിൽ നിന്ന് സൂറത്ത് യാസീൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു, ഓതണ്ട, ഖുർആൻ ഓതണ്ട. ചിലർക്ക് അങ്ങനെ ഗതികേടാണ്. ഞാൻ മരിച്ച എന്റെ ഖുർആൻ ഓതണ്ട, എന്റെ മയ്യിത്തിനൊരു ഖുർആൻ ഓതണ്ട എന്ന് പറയുന്ന ഗതികേടാണ്. അല്ലാഹു കാക്കട്ടെ. കല്ലാച്ചിക്കടുത്ത് മരിച്ച മയ്യിത്തിന്റെ ഒരാൾ ഖുർആൻ ഓതുകയായിരുന്നു. അപ്പോ ഒരു ചങ്ങാതി ഓതണ്ട, വെച്ചാക്ക് ഫലം കിട്ടൂല. അവിടെ അഹമ്മദാജി എന്നെ നാട്ടുകാരനാ, അവിടെ മുലിയാറൊന്നല്ല, പക്ഷെ ബുദ്ധി ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, മോനെ എന്താ ഇനി പറഞ്ഞ? മരിച്ച സ്ഥലത്ത് മയ്യിത്തിന്റെ അടുത്ത് ഖുർആൻ ഓതണ്ട, എന്താ മരിച്ച മയ്യിത്തിന് ഫലം കിട്ടൂല. പിന്നെ അഹമ്മദാജി ചോദിച്ചു, ഓതുന്നാന് ഫലം കിട്ടൂല മോനെ? കിട്ടുമല്ലോ, പിന്നെ നീ എന്തിനാ മുടക്കുന്നത്? വെച്ചാൽ ഓതുന്ന ആൾക്ക് ഫലം കിട്ടുമെന്ന് നീ തന്നെ പറയും, പിന്നെ നീ എന്തിനാ മുടക്കുന്നത്? പിന്നെ ഇവരൊന്നും വിടാനില്ല. ഓരോരോ വിവരം കിട്ട മനുഷ്യന്മാര് തീരെ ഫസാദാക്കാൻ ഇരിക്കട്ടെ. സുഹൃത്തുക്കളെ, ോട് പറയുന്നു, വേണ്ട ഖുർആൻ ഓതണ്ട. അപ്പൊ മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രസംഗം തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹ് എന്ന് ആദ്യം കേൾപ്പിച്ചു ബാങ്ക്, അവസാനം പറയേണ്ടതോ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണം. അല്ലാഹുവേ അതിന് ഭാഗ്യം തരണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ഇവൻ പറയുന്നില്ല, ഖൂലു ദാലിക, ഞാനത് ചൊല്ലൂല, ഞാനത് പറയൂല എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് മരിച്ചുപോയി അവൻ. സുബ്ഹാനല്ലാഹ്, ആഖിബത്ത് നന്നായില്ല, ആഖിബത്ത് ചീത്തയായി പോയി. ഈമാൻ രക്ഷിക്കണം, ഈമാൻ രക്ഷിക്കേണ്ട നിലയ്ക്ക് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, 40ഓളം ദിവസം ഉസ്താദായ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ മടിയായി പോയി, ടെൻഷനായി പോയി. ഒരു ദിവസം ഉറക്കിൽ കാണുന്നു ശിഷ്യനെ ചങ്ങലക്കിട്ട് മലായിക്കത്ത് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. എന്ത് പറ്റിയടോ, നീ വലിയ പ്രഗത്ഭനായ ശിഷ്യനല്ലേ, എന്റെ നിനക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കുമ്പോ മഹാനവറുകളോട് മറുപടി, ഉസ്താദേ 3 തെറ്റുകൾ എന്റെ ആഖിബത്ത് മോശമാക്കി കളഞ്ഞു. അതിലൊരു തെറ്റെന്താണ്? ഒരു തെറ്റ്, എനിക്കൊരു രോഗമുണ്ടായിട്ട് കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു കോപ്പ കള്ള് കുടിക്കണമെന്ന് വൈദ്യന്മാര് പറഞ്ഞു. ഞാനങ്ങനെ ചികിത്സക്ക് വേണ്ടി ഒരു കോപ്പ കള്ള് കുടിച്ചു പോയി. മറ്റൊരു കാര്യം, എന്റെ മനസ്സിന് അസൂയയാണ്. അല്ലാഹു ഒരാൾക്ക് നിയമത്ത് കൊടുക്കും, എന്റെ മനസ്സിന് അസൂയയാണ്. അതുകൊണ്ട് എന്നെ പോലുള്ള മറ്റ് പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു തആല പദവി കൊടുക്കുമ്പോ, അവർക്ക് അല്ലാഹു ശിഷ്യന്മാരെ കൊടുക്കുമ്പോ, അവരെ സദസ്സിൽ അല്ലാഹു ആളെ കൊടുക്കുമ്പോ, അവർക്ക് ശിഷ്യന്മാരെ കൊടുക്കുമ്പോ, അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കൊടുക്കുമ്പോ, അവർക്ക് ഒരുപാട് നല്ല കാര്യത്തിന് തൗഫീഖ് കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ അവരോട് അസൂയയായിരുന്നു. അങ്ങനെ അസൂയ എന്ന രോഗം എന്നെ പിടികൂടിപ്പോയി. 3ാമത്തത് ഉസ്താദേ, അതാ ഉസ്താദിന്റെ ശിഷ്യന്മാര് പലരുമില്ലേ, എന്നാൽ ഉസ്താദിന്റെ ചില ശിഷ്യന്മാരെയും
ഉസ്താദിനെയും തെറ്റിക്കാൻ വേണ്ടി ഞാൻ ഫിത്നയും ഫസാദും പറഞ്ഞു. ഞാൻ ഉസ്താദിനോട് ചിലപ്പോ പറയും, ഉസ്താദിനെ സംബന്ധിച്ച് പറയാത്ത വാചകങ്ങൾ ശിഷ്യന്മാര് പറഞ്ഞു എന്ന് ഞാൻ ഫിത്ന പറയും, അല്ലെങ്കിൽ പറഞ്ഞത് വളച്ചൊടിച്ച് പറയും, അല്ലെ ദുർവ്യാഖ്യാനം ചെയ്ത് പറയും, അല്ലെങ്കിൽ ഉസ്താദ് പറയാത്ത ശിഷ്യന്മാരോടും നിങ്ങളെപ്പറ്റി ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഫിത്ന പറയും. അങ്ങനെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞുപോയി. ഈ 3 കാരണത്താൽ എന്റെ ആഖിബത്ത് ചീത്തയായി പോയി. അല്ലാഹു കാക്കട്ടെ. സൽക്കർമ്മങ്ങളിലൂടെ ഈമാൻ രക്ഷിക്കണം, ദുഷ്കർമ്മങ്ങൾ കൈയൊഴിച്ചുകൊണ്ട് ഈമാൻ രക്ഷിക്കണം. ഈമാനിന്റെ വെളിച്ചം അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണ് കേട്ടോ. അല്ലാഹു നമ്മളെ മനുഷ്യരാക്കി, അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളാക്കി. ആ റബ്ബിന് എത്ര ശുക്ർ ചെയ്താലും മതിയാകൂല. മരിക്കുന്നവരെ അൽഹംദുലില്ലാ പറഞ്ഞാ മതിയാകൂല. മരിക്കുന്നത് വരെ ഈ പാവപ്പെട്ടവർ തന്ന നാവ് കൊണ്ട് മരണം വരെ വഅദ് പറഞ്ഞാ മതിയാകൂല. ഖുർആൻ ഓതിയാലും മതിയാകൂല, സ്വലാത്ത് ചൊല്ലിയാ മതിയാകൂല, മതിയാകൂല. വഇൻതഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ നിഅമത്തുകൾ എണ്ണിയാ തീരൂല. അല്ലാഹ് പുറത്തു തരുന്ന രാജാവാണ്, കാരുണ്യം തരുന്ന രാജാവാണ്. അവന്റെ നിയമത്ത് എണ്ണി തീർക്കാൻ കഴിയൂല. ഞങ്ങൾക്ക് നിനക്ക് നന്ദി ചെയ്യാൻ കഴിവില്ല അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ്, ആഖിറു സമാനിലെ ചണ്ടിതവറുകളാണ്. ഞങ്ങൾക്ക് നിന്റെ പൊറുക്കലല്ലാതെ, നിന്റെ കാരുണ്യമല്ലാതെ രക്ഷക്ക് വഴിയില്ല അല്ലാഹ്. ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസും ഞങ്ങളെ സ്ഥാപനങ്ങളും ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്.